ഹലോ നമസ്കാരം, രഞ്ജിത്ത്. നമ്മൾ സ്ഥിരമായിട്ട് ബിസിനസ് ഐഡിയകളെ കുറിച്ച് പറയാറുണ്ട്. പ്രത്യേകിച്ചും നമുക്ക് ചുറ്റും കാണുന്ന പല സാധനങ്ങളും ഉപയോഗിച്ചിട്ടുള്ള ബിസിനസ് ഐഡിയാസ്. ഏറ്റവും പ്രധാനപ്പെട്ടത് തേങ്ങ അല്ലെങ്കിൽ നാളികേരം ഉപയോഗിച്ചിട്ടുള്ള പലതരത്തിലുള്ള ബിസിനസ്സുകളെ കുറിച്ച് നമ്മളെപ്പോഴും പറയാറുണ്ട്. നാളികേരം നമ്മൾ കൃത്യമായി ഉപയോഗിക്കുന്നില്ല, അതിൻ്റെ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ഒന്നും എടുക്കുന്നില്ല എന്നൊക്കെ പലപ്പോഴും പറയാറുള്ളതാണ്. ഇതുപോലെ തന്നെ ഒരുപാട് വിഭവങ്ങളുണ്ട്. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പുളിയെക്കുറിച്ചാണ്, പ്രത്യേകിച്ചും വാളൻ പുളിയെക്കുറിച്ച്. ഈ പുളി ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്ന ബിസിനസ് ഓപ്പർച്യൂണിറ്റീസും പുളിയുടെ അപാരമായ സാധ്യതകളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനെ ഞാൻ 6 തരംതിരിക്കുകയാണ്. ബിസിനസ്സിന് പുളി ഉപയോഗിച്ചിട്ടുള്ള ബിസിനസ്സുകളെ 6 ഞാൻ തരംതിരിക്കുന്നു. ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പുളിയുടെ പ്രോസസ്സിങ്ങും വാല്യൂ ആഡഡ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സും ഇതിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് പുളിയുടെ ടാമറിൻഡ് പേസ്റ്റ് ആൻഡ് കോൺസെൻട്രേറ്റ് ആണ്. പുളിയുടെ പേസ്റ്റും കോൺസെൻട്രേറ്റും ഇന്ന് വളരെ വലിയ ചൂടപ്പം പോലെ പോകുന്ന സാധനമാണ്. കാരണം പണ്ടത്തെ കാലത്തെ പോലെ പുളി റോ ആയിട്ട് പറിച്ചെടുത്ത് അതിനെ ഒരു ഉരുളയാക്കി വെക്കുന്ന ആ ഒരു ശീലമൊക്കെ പതിയെ മാറിക്കഴിഞ്ഞു. അപ്പോൾ പുളിയുടെ പേസ്റ്റ്, കോൺസെൻട്രേറ്റ് എന്നിവ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് മാറ്റി അതിനെ ഒരു FMCG പ്രൊഡക്റ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ മാർക്കറ്റാണുള്ളത്. അപ്പോൾ പുളിയുടെ സ്റ്റേറ്റ് മാറ്റിയതിന് ശേഷം വളരെ ഈസി ആയിട്ട് ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് മാറ്റിയെടുത്താൽ അതൊരു കിടിലൻ പ്രൊഡക്റ്റാണ്. ഒപ്പം തന്നെ പുളിയുടെ പൗഡർ ഫോം ഏറ്റവും നന്നായിട്ട് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ടാമറിൻഡ് പൗഡർ എന്ന് പറയുന്നത്. ടാമറിൻഡ് ചട്നിയും നല്ല രീതിയിൽ പോകുന്ന ഒരു സംഭവമാണ്. കാരണം ഈ പുളി ആളുകൾക്ക് പൊതുവെ ഇഷ്ടമുള്ള ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ടേസ്റ്റ് കൃത്യമായി കിട്ടാൻ വളരെ അപൂർവം പ്ലാന്റ്സ് മാത്രമേ ഇന്ന് ഈ ഭൂലോകത്തുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഈ പുളി തന്നെയാണ്. ഇതുപോലെ തന്നെ ക്യാൻഡി, പിക്കിൾസ്, ബിവറേജസ്, ഇത് 3ഉം പുളി ഉപയോഗിച്ചിട്ടുണ്ടാക്കാം. നമുക്കറിയാം പുളി ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് ക്യാൻഡീസ് ഉണ്ട്, മിഠായികളുണ്ട്. പുളിയെ ബേസ് ചെയ്തിട്ടുള്ള മിഠായികൾ, ഒരുപാട് തരത്തിലുള്ള വെറൈറ്റി ഓഫ് മിഠായികൾ പുളിയെ ബേസ് ചെയ്ത് ഉണ്ടാക്കാൻ സാധിക്കും. പുളിയെ ബേസ് ചെയ്തിട്ടുള്ള മിഠായികൾ മാത്രം ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രി തുടങ്ങിയാൽ പോലും തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാൻഡീസ്, പലതരത്തിലുള്ള മിഠായികൾ ഒക്കെ ഉണ്ടാക്കാൻ പുളി നല്ല രീതിയിൽ ഉപയോഗിക്കാം. പല രീതിയിലുള്ള കോമ്പിനേഷൻസ് ഇതിനകത്ത് വർക്കൗട്ട് ചെയ്തുകൊണ്ട് പുതിയ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യാം. ഒപ്പം തന്നെ പുളി ബേസ് ചെയ്തിട്ടുള്ള ബിവറേജസ്, പ്രത്യേകിച്ചും സമ്മർ ഡ്രിങ്ക്സ് ആയിട്ട് ഒരല്പം പുളിയുള്ള ഒരുപാട് ബിവറേജസ് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടി, ബേസ് കൂടി ഈ പറയുന്ന ടാമറിൻഡ് നമുക്ക് തരുന്നുണ്ട്. വലിയ രീതിയിലുള്ളൊരു വാല്യൂ അഡീഷനാണ് ടാമറിൻഡ് ഈ പറയുന്ന ബിവറേജസ് ഉണ്ടാക്കുന്നത് വഴി ആളുകൾക്ക് തരിക. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാവുന്ന സംഭവമാണ് ടാമറിൻഡ് ബേസ്ഡ് ആയിട്ടുള്ള പിക്കിൾസ്. നമ്മൾ വേറെ ഏത് വിഭവങ്ങൾ ഉപയോഗിച്ച്, അതായത് മാങ്ങയാവട്ടെ, ഈന്തപ്പഴമാവട്ടെ, ഇരുമ്പൻ പുളിയാവട്ടെ, ഇത്തരത്തിലുള്ള എല്ലാ സാധനങ്ങളും ആക്ച്വലി ഈ പറയുന്ന പുളിയുമായി യോജിപ്പിച്ചുകൊണ്ട് പുളി രസമുള്ള വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള, റിഫ്രഷിംഗ് ആയിട്ടുള്ള അച്ചാറുകൾ സൃഷ്ടിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളുടെ ഒരു വലിയ വെറൈറ്റി, വലിയ രീതിയിൽ പുളി ഉപയോഗിച്ചുള്ള വാല്യൂ ആഡഡ് പ്രൊഡക്ട്സിൻ്റെ സാധ്യതകൾ, ഇതിൻ്റെ പ്രോസസ്സിങ്, ഇത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇൻഡസ്ട്രി ആരംഭിക്കാവുന്നതാണ്. കേരളത്തിൽ പുളി സുലഭമായി ലഭിക്കുന്നത് കൊണ്ട് തന്നെ, പണ്ടത്തെ അത്ര സുലഭമായിട്ട് ഇന്ന് ലഭ്യമല്ല, കാരണം ഈ പുളിമരങ്ങളൊക്കെ ആളുകൾ പലതും വെട്ടിക്കളഞ്ഞു. പക്ഷേ തീർച്ചയായിട്ടും കേരളം ഇതിൻ്റെ ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ വലിയ സാധ്യതകളാണ് പുളിയുടെ പ്രോസസ്സിങ്ങിലുള്ളത്. ഇതിന് എക്സ്പോർട്ട് സാധ്യതകളും വളരെ കൂടുതലാണ് എന്നുള്ളതൊന്ന് ഓർത്ത് വയ്ക്കുക. ഈ ഇത്തരം പ്രൊഡക്ട്സിൻ്റെ എക്സ്പോർട്ട് സാധ്യതകളും വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പുളിയുടെ പ്രോസസ്സിങ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊഡക്റ്റുകൾ, ഇതൊരു വലിയ സാധ്യതയാണെന്ന് മനസ്സിലാക്കുക. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും തേർഡ് പാർട്ടി സൈറ്റുകളിലുമെല്ലാം വലിയ രീതിയിൽ കച്ചവടം നടക്കുന്ന ഒരു സെഗ്മെൻറ്റ് കൂടിയാണ് പുളി ബേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകൾ. അടുത്തത് ആയുർവേദത്തിലുള്ള ഇതിൻ്റെ ഉപയോഗമാണ്. പുളി ആയുർവേദത്തിൽ നല്ല രീതിയിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു സംഭവമാണ്. ഹെർബൽ മെഡിസിൻസിലെ ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം കൂടിയാണ് പുളി. ഇതുപോലെ തന്നെ പുളിയില നമ്മൾ സാധാരണയായിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചാൽ പോലും അതിന് അതിൻ്റേതായിട്ടുള്ള ഔഷധ ഗുണങ്ങളുണ്ട് എന്ന് കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ പുളിയിലയുടെ എക്സ്ട്രാക്റ്റ്, ലീഫ് എക്സ്ട്രാക്റ്റ് വലിയ രീതിയിൽ ആയുർവേദത്തിൽ ഔഷധമായി ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ പുളിയുടെ ഇലയും നമുക്ക് വിട്ടുകളയാനാകാത്ത ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. പുളി അതുപോലെ തന്നെ ആയുർവേദിക്കായിട്ടുള്ള ഹെൽത്ത് ഡ്രിങ്ക്സിൽ വളരെ നന്നായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പോൾ ആയുർവേദിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഹെൽത്ത് ഡ്രിങ്കുകളിൽ, ആസവങ്ങളിലെല്ലാം പലപ്പോഴും ഇത്തരത്തിലുള്ള പുളിയുടെ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാറുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഉപയോഗം പുളിങ്കുരുവിലാണ്. പുളിങ്കുരുവിൻ്റെ പൗഡർ ഒരുപാട് ആയുർവേദിക് കോസ്മെറ്റിക്സിലുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ പുളിങ്കുരു പല ആൾക്കാരും ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടാവും. പലപ്പോഴും പണ്ട് കാലത്തൊക്കെ അത് വറുത്ത് തിന്നുന്ന പതിവൊക്കെ ഉണ്ട്.
ഇത് വളരെ പോഷക മൂല്യം അടങ്ങിയ ഒരു സംഭവമാണ്. അതിൻ്റെ ഒപ്പം തന്നെ കോസ്മെറ്റിക്സിൽ നല്ല രീതിയിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ പുളിയുടെ ഇലയും പുളിയുടെ കുരുവിൻ്റെ തോടുമെല്ലാം കൃത്യമായിട്ട് ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുള്ള, കോസ്മെറ്റിക്സിലും ആയുർവേദത്തിലും ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് കാർവ് ചെയ്താലും വളരെ എക്സൈറ്റിംഗ് ആവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇതിലൊക്കെ കോമ്പറ്റീഷൻ കമ്പാരിറ്റീവ്ലി കുറവാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ സെഗ്മെൻറ്റിൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. അടുത്തത് വളരെ സ്പെസിഫിക് ആയിട്ട് ഞാൻ നേരത്തെ പുളിങ്കുരുവിനെ പറ്റി പറഞ്ഞെങ്കിലും പുളിങ്കുരുവിൻ്റെ ഉപയോഗങ്ങൾ മാത്രം വെച്ചുകൊണ്ട് മൂന്നാമത്തെ ഒരു കാറ്റഗറി വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം. പുളിങ്കുരുവിൻ്റെ കുരുവും അതുപോലെ അതിൻ്റെ ഷെല്ലും വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വാളൻപുളി ഉപയോഗിക്കുമ്പോൾ വാളൻപുളിക്ക് മുകളിലൊരു ഷെല്ലുണ്ട്, ആ ഷെല്ല് ഉപയോഗിക്കാം. അതല്ലാതെ കുരു എടുക്കുമ്പോൾ ആ കുരുവിന് അതിന് മുകളിൽ മറ്റൊരു ഷെല്ലുണ്ട്, ആ ഷെല്ലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ സീഡിൻ്റെ പൗഡർ, അതായത് ഈ കുരുവിൻ്റെ പൗഡർ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതാണ്. അതൊരു സൈസിങ് ഏജൻ്റായി ഉപയോഗിക്കുന്ന സാധനമാണ്. പുളിങ്കുരുവിൻ്റെ പൗഡർ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലെ സൈസിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. തമിഴ്നാട്ടിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇതിന് മാർക്കറ്റുണ്ട്. പുളിങ്കുരു പൗഡറിന് മാർക്കറ്റുണ്ട്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രികൾ നിലനിൽക്കുന്ന മിക്ക സ്ഥലങ്ങളിലും, മാനുഫാക്ചറിങ് ഹബ്ബുകൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളിലും സൈസിങ് ഏജൻ്റായിട്ട് പുളിങ്കുരുവിൻ്റെ പൗഡർ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതൊരു പ്രത്യേക ഫോമാറ്റിൽ ഉണ്ടാക്കിയെടുക്കണമെന്ന് മാത്രം. അതുപോലെ തന്നെ ഈ സീഡ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന സ്റ്റാർച്ച് പേപ്പർ മാനുഫാക്ചറിങ്ങിൽ വളരെ വലിയ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ പേപ്പർ മാനുഫാക്ചറിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റുകളിൽ ഒന്ന് പുളിങ്കുരുവിൻ്റെ പൗഡറാണ് എന്നുള്ളത് പല ആൾക്കാരും അത്ഭുതത്തോടു കൂടിയായിരിക്കും കേൾക്കുന്നത്. തീർച്ചയായിട്ടും അതും ഒരു വ്യവസായ സാധ്യതയാണ് എന്നുള്ളത് പറഞ്ഞു വയ്ക്കട്ടെ. പിന്നെ പുതിയ രീതിയിലുള്ള ബിസിനസ്സിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ബയോഫ്യൂവൽ ഉണ്ടാക്കുന്നതിന് വരെ പുളിങ്കുരുവും പുളിങ്കുരുവിൻ്റെ ഷെല്ലും, പ്രത്യേകിച്ചും ഷെൽ പൗഡർ, ഇതൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം വലിയ സാധ്യതകൾ പുളിങ്കുരു എന്ന് പറയുന്ന ഒരൊറ്റ പ്രൊഡക്റ്റിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ വലിയ സാധ്യതകളാണ് പുളിയും പുളിങ്കുരുവും നമുക്ക് തരുന്നത്. അടുത്തത് എക്സ്പോർട്ടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എക്സ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് ടാമറിൻഡ് പൾപ്പാണ്. അതായത് പുളി പൾപ്പ് രൂപത്തിലാക്കിയതിന് ശേഷം പലതരത്തിലുള്ള ഇൻഡസ്ട്രീസിലേക്ക് ഉപയോഗിക്കപ്പെടുന്നതിന് വേണ്ടി ടാമറിൻഡ് പൾപ്പ്, അതിൻ്റെ എക്സ്ട്രാക്റ്റ് എന്നിവ വലിയ രീതിയിൽ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സ്പോർട്ടാണ് നിങ്ങളുടെ മാർക്കറ്റ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ പോകാൻ സാധ്യതയുള്ളത് ഇതിൻ്റെ പൾപ്പിംഗ് ആണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ എക്സ്ട്രാക്റ്റുകൾ കൃത്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ബ്രാൻഡ് ചെയ്തിട്ട് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ വലിയ സാധ്യതയാണ് എക്സ്പോർട്ട് മാർക്കറ്റിൽ ടാമറിൻ്റെ പൾപ്പിനുള്ളത്. അതുപോലെ തന്നെ ഈ പുളി തന്നെ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ, ഉണക്കി ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് എക്സ്പോർട്ട് മാർക്കറ്റിൽ ഏറ്റവും അധികം ചെലവഴിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ടാമറിൻറ്റിനും വലിയ മാർക്കറ്റുണ്ട്. അപ്പോൾ എക്സ്പോർട്ട് മാർക്കറ്റും തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് പുളി അത്തരത്തിലുള്ള സാധ്യതകളും നമുക്ക് ഓപ്പൺ ചെയ്തു തരുന്നുണ്ട്. ഇതുപോലെ തന്നെ ഈ ടാമറിൻ്റെ സീഡിൻ്റെ പുറന്തോട് വെച്ച്, പുളിങ്കുരുവിൻ്റെയൊക്കെ പുറന്തോട് വെച്ച് ആക്ച്വലി ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള ബാഗുകൾ നിർമ്മിക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നിർമ്മിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രീസ് കമ്പാരിറ്റീവ്ലി കുറവായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിൻ്റെ സാധ്യത, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മാർക്കറ്റ് വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുപോലെ ഈ ഷെല്ല് ഉപയോഗിച്ചിട്ടുള്ള, ഈ പുളിങ്കുരു തോടുകൾ ഉപയോഗിച്ചിട്ടുള്ള ബ്രിക്കറ്റുകൾ ഉണ്ടാക്കുക എന്നുള്ളത് ഇതൊരു ഫ്യൂവലായിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഫ്യൂവലായിട്ടും നമുക്ക് ഈ ബ്രിക്കറ്റ്സ് ഉപയോഗിക്കാം. അപ്പോൾ പുളിങ്കുരു അല്ലെങ്കിൽ പുളിങ്കുരുവിൻ്റെ തോട്, ഇത്തരം കാര്യങ്ങൾ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പല കാര്യങ്ങൾക്കും, അല്ലെങ്കിൽ ആസ് എ എനർജി ഫ്യൂവലായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതും പലപ്പോഴും പല ആളുകൾക്കും പുതിയൊരു അറിവാണെന്ന് തോന്നുന്നു. പക്ഷേ അങ്ങനെ ചെയ്യുന്ന കമ്പനികൾ കേരളത്തിൽ തന്നെ നിലവിലുണ്ട്. അടുത്തത് ആറാമത്തെ ഒരു ഉപയോഗം സ്പെഷ്യാലിറ്റി ഫുഡിൽ, റെസ്റ്റോറൻറ്റ്സിലൊക്കെയാണ്. പ്രത്യേകിച്ചും സോസുകൾ, പലതരത്തിലുള്ള സോസുകൾ ഉണ്ടാക്കുന്നതിൽ, അതുപോലെ പലതരത്തിലുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഡിഷുകൾ ഉണ്ടാക്കുന്നതിലേക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ടാണ് പുളി യൂസ് ചെയ്യപ്പെടുന്നത്. പുളിയുടെ പലതരത്തിലുള്ള ഫോമുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനെ തന്നെ പലതരത്തിലുള്ള ഷേപ്പുകളാക്കി ഒരു സെമി സോളിഡ് പരുവത്തിലാക്കി കൊടുക്കുന്ന സംഭവങ്ങളുണ്ട്. ഒപ്പം തന്നെ പല ആകൃതിയിലാക്കി നല്ല ഭംഗിയുള്ള ബ്രാൻഡിങ് കവറുകളിലാക്കിയിട്ട് പുളി ആളുകളിലേക്ക് എത്തിക്കുന്ന സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ പൾപ്പ്, എക്സ്ട്രാക്റ്റ്, പൗഡർ മോഡലുകളിലും പുളി ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഫുഡിലും റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിലും ഹൊറീക്ക ഇൻഡസ്ട്രിയിലൊക്കെ വളരെ വലിയ രീതിയിൽ മാർക്കറ്റുള്ള ഒരു സംഭവമായിട്ട് പുളി മാറിയിരിക്കുന്നു. പുളിയുടെ പൗഡർ ആവട്ടെ, പുളിയുടെ എക്സ്ട്രാക്റ്റ് ആവട്ടെ, പൾപ്പാവട്ടെ, അതിൻ്റെ ചട്നി ഫോം ആവട്ടെ, അതിൻ്റെ സീഡാവട്ടെ, അതിൻ്റെ ഇലകളാവട്ടെ, ഇതെല്ലാം തന്നെ ഇന്ന് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ് താനും. ഇതിൻ്റെ വില കാണുമ്പോഴാണ് പലപ്പോഴും നമുക്ക് തോന്നുക എത്ര വലിയ അവസരങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്, ഈ അവസരങ്ങൾ എന്തുകൊണ്ട് നമ്മൾ കാണാതെ പോയി എന്നുള്ളത്.
ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ ചുറ്റും ഇത്തരത്തിലുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പം നമുക്കിവിടെ ബിസിനസ് ചെയ്യാൻ സാധ്യതകളില്ല, മാർഗമില്ല, റിസോഴ്സസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് വ്യസനിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, കണ്ണു തുറന്ന് ചുറ്റുമൊന്ന് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ തന്നെ നിങ്ങളെ ഒരു ബിസിനസ് മാടി വിളിക്കുന്നുണ്ട്. ഒരൊറ്റ കാര്യം മാത്രം തീർച്ചപ്പെടുത്തുക, അതിനൊരു കൃത്യമായ പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാൻ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്ത് ആദ്യത്തെ 1-2 വർഷമെങ്കിലും അതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങി അധ്വാനിക്കാൻ തയ്യാറായാൽ ഒരു സംശയം വേണ്ട, നിങ്ങൾക്കും ഒരു നല്ല ബിസിനസ്സുകാരനാകാം. ഓൾ ദി ബെസ്റ്റ്.